ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു എക്സലൻ യൂട്യൂബ് ചാനൽ. അപ്പോൾ നാളത്തെ സോഷ്യൽ സ്റ്റഡീസ് എക്സാമിന് ഷുവറായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. പ്ലാനറ്ററി വിൻഡ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാനറ്ററി വിൻഡ്സ്. നമുക്കറിയാം എന്താണ് പ്ലാനറ്ററി വിൻഡ്സ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഗ്ലോബൽ പ്രഷർ ബെൽറ്റിൻ്റെ ഇടയിൽ വീശുന്ന കാറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്ലാനറ്ററി വിൻഡ്സ് എന്ന് വിളിക്കുന്നത് അല്ലേ. ദ വിൻഡ്സ് ഡെവലപ്ഡ് ബിറ്റ്വീൻ ദി ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് ക്യാൻ ബി ജനറലി കോൾഡ് ആസ് പ്ലാനറ്ററി വിൻഡ്സ്. പ്ലാനറ്ററി വിൻഡ്സിനെ നമുക്ക് മെയിൻലി മൂന്നാക്കി ഡിവൈഡ് ചെയ്യാം. ട്രേഡ് വിൻഡ്സ്, വെസ്റ്റേർലീസ്, പോളാർ ഈസ്റ്റേർലീസ്. ഇത് മൂന്നും മക്കളെ തറവാക്കി പഠിച്ചു വെക്കുക, കാരണം 6 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ നമുക്ക് ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം ചോദിക്കാനും സാധ്യതയുണ്ട്. ഏതെങ്കിലും ട്രേഡ് വിൻഡ്സ് അല്ലെങ്കിൽ വെസ്റ്റേർലീസോ പോളാർ ഈസ്റ്റേർലീസോ ഏതെങ്കിലും രണ്ടെണ്ണം അല്ലെങ്കിൽ ചോദിക്കാം. അപ്പം നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരു രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ പ്ലാനറ്ററി വിൻഡ്സ് എന്ന് പറയുന്നത്. അപ്പം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാനറ്ററി വിൻഡ്സ് ഏതൊക്കെയാണ്? ട്രേഡ് വിൻഡ്സ്, വെസ്റ്റേർലീസ്, പോളാർ ഈസ്റ്റേർലീസ്. അപ്പോൾ നമ്മൾ ഓരോന്നും നല്ല തറവാക്കി പഠിച്ചു വെക്കാം. നോക്ക്, ആദ്യത്തേത് ട്രേഡ് വിൻഡ്. From the subtropical high pressure belt in both the hemisphere, the wind blows continuously towards the equatorial low pressure belt. These are known as trade wind. നമുക്കറിയാം നമ്മുടെ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് അല്ലേ, രണ്ട് സ്ഥലത്തു നിന്ന് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിലേക്ക് വീശുന്ന കാറ്റിനെയാണ് നമ്മൾ ട്രേഡ് വിൻഡ് എന്ന് വിളിക്കുക. നമുക്കറിയാം വിൻഡ് എന്ന് പറഞ്ഞാൽ ഹൈയിൽ നിന്ന് ലോ പ്രഷർ ബെൽറ്റിലോട്ട് അല്ലെങ്കിൽ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷർ റീജിയനിലോട്ട് വീശുന്നതിനെയാണ്, ആ മൂവ്മെൻറ്റ് ഓഫ് എയറിനെയാണ് നമ്മൾ വിൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിലേക്ക് മൂവ് ചെയ്യുന്ന വിൻഡിനെയാണ് നമ്മൾ ട്രേഡ് വിൻഡ് എന്ന് പറയുന്നത്. ട്രേഡ് വിൻഡ് മെയിൻലി 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡും സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡും. ഈ 2 കാറ്റും ഈസ്റ്റ് ഡയറക്ഷനിൽ നിന്നാണ് വീശുന്നത്. നമുക്കറിയാം, ഓക്കെ, ഈസ്റ്റിൽ നിന്നാണ്, കിഴക്ക് നിന്നാണ് വീശുന്നത്. അപ്പം നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ള നമ്മുടെ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് മൂവ് ചെയ്യുന്ന കാറ്റിനെ നമ്മൾ നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് എന്നും, സദേൺ ഹെമിസ്ഫിയറിൽ നിന്ന് വീശുന്ന കാറ്റിനെ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് എന്നുമാണ് വിളിക്കുക. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മുടെ ട്രേഡ് വിൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിലേക്ക് വീശുന്ന കാറ്റിനെയാണ് നമ്മൾ ട്രേഡ് വിൻഡ് എന്ന് വിളിക്കാം. ട്രേഡ് വിൻഡ് 2 തരമുണ്ട്. ഏതൊക്കെയാണ്? നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡും സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡും. നമ്മുടെ സദേൺ ഹെമിസ്ഫിയറിൽ നിന്ന് ഇക്വറ്റോറിയൽ റീജിയനിലോട്ട് വീശുന്നതിനെ നമ്മൾ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് എന്നും, നോർത്തേൺ ഹെമിസ്ഫിയറിൽ നിന്ന് വീശുന്ന കാറ്റിനെ നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് എന്നും വിളിക്കും. ഈ ഭാഗത്തു നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കൂടി പഠിച്ചു വെച്ചോ. ITCZ എന്താണ്? ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ. The equatorial low pressure zone where the trade wind from both the hemisphere converge is known as intertropical convergence zone. നമ്മുടെ 2 ട്രേഡ് വിൻഡ് ഉണ്ട് അല്ലേ. നമ്മുടെ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡും ഉണ്ട്, അതുപോലെ നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡും ഉണ്ട്. ഈ 2 ട്രേഡ് വിൻഡ്സും കൺവേർജ് ചെയ്യുന്ന, കൂടി ഒരുമിക്കുന്ന ഒരു ഭാഗത്തിനെ, ആ കൺവേർജ് ചെയ്യുന്ന പ്ലേസിനെയാണ് നമ്മൾ ഇൻ്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ ITCZ എന്ന് പറയുന്നത്. അതുകൂടി പഠിച്ചു വെക്കാം കേട്ടോ. ഇനി വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദ ട്രേഡ് വിൻഡ്സ് ബ്ലോയിങ് ഫ്രം ദ സൗത്ത് ഈസ്റ്റ് ആൻഡ് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ? അതെന്താണ്? നമ്മുടെ കൊറിയോളിസ് എഫക്റ്റ് കാരണമാണ്. ഓക്കെ, ഇനി നമുക്ക് ട്രേഡ് വിൻഡ് കഴിഞ്ഞാൽ ചോദിക്കുന്ന അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ഭാഗമാണ് വെസ്റ്റേർലീസ്. എന്താ വെസ്റ്റേർലീസ്? പേരിൽ തന്നെ ഉണ്ട്, വെസ്റ്റിൽ നിന്ന് വീശുന്ന കാറ്റാണ് വെസ്റ്റേർലീസ്. അപ്പം വെസ്റ്റേർലീസ് നമ്മുടെ ഏത് ഗ്ലോബൽ പ്രഷർ ബെൽറ്റിൽ നിന്നായിരിക്കും വീശുന്നത്? ശ്രദ്ധിച്ചോ, വിൻഡ്സ് ബ്ലോസ് കണ്ടിന്യൂസ്ലി ഫ്രം ദ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ സോൺ ടു ദ സബ് പോളാർ ലോ പ്രഷർ സോൺ. നമ്മുടെ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് സബ് പോളാർ ലോ പ്രഷർ സോണിലോട്ട് വീശുന്ന കാറ്റിനെയാണ് വെസ്റ്റേർലീസ് എന്ന് വിളിക്കുന്നത്. ഇത് വെസ്റ്റേർലീസ് എന്ന് വിളിക്കാൻ കാരണം ആസ് ദ ഡയറക്ഷൻ ഓഫ് ദീസ് വിൻഡ് ഈസ് മോസ്റ്റ്ലി ഫ്രം ദി വെസ്റ്റ്. വെസ്റ്റിൽ നിന്ന് വീശുന്ന കാറ്റായതുകൊണ്ടാണ് ഇതിനെ നമ്മൾ വെസ്റ്റേർലീസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദ വെസ്റ്റേർലീസ് ആർ സ്ട്രോങ്ങർ ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ ദാൻ ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ. നമ്മുടെ സൗത്തിലുള്ള സദേൺ ഹെമിസ്ഫിയറിലുള്ള വെസ്റ്റേർലീസ് ആണ് കുറച്ചുകൂടി സ്ട്രോങ്ങർ. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഭാഗങ്ങളിലുള്ള ആൻഷ്യൻ മറൈനേഴ്സിനൊക്കെ ഇത് വളരെ ഒരു പേടിപ്പെടുത്തുന്ന ഒരു റീജിയനാണ്. ഇറ്റ് വാസ് എ വെസ്റ്റേർലീസ് ദാറ്റ് ഹെൽപ്പ് ഗാമ റീച്ച് സൗത്ത് ആഫ്രിക്ക ത്രൂ സൗത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ. ദ ആൻഷ്യൻ മറൈനേഴ്സ് ഹാഡ് ഗിവൻ ഡിഫറെൻറ്റ് നെയിംസ് ടു ദ റഫ് വെസ്റ്റേർലീസ്. ആൻഷ്യൻ മറൈനേഴ്സ് വെസ്റ്റേർലീസിന് പല പേരുകളും കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. റോറിംഗ് ഫോർട്ടീസ്,
ഫ്യൂരിയസ് 50s ആൻഡ് ഷ്രീക്കിംഗ് 60s. ഇതൊക്കെ വെസ്റ്റേർലീസിന് നമ്മുടെ ആൻഷ്യൻ മറൈനേഴ്സ് കൊടുത്തിട്ടുള്ള പേരാണ്. കാരണം ഈ ഭാഗത്ത് സദേൺ ഹെമിസ്ഫിയറിലുള്ള വെസ്റ്റേർലീസ് കുറച്ച് കൂടുതൽ സ്ട്രോങ്ങർ ആണ്. എന്താ സ്ട്രോങ്ങർ ആവാൻ കാരണം? ഈ ഭാഗത്ത് എന്താണ്, നമ്മുടെ ലാൻഡ് കുറവും കൂടുതൽ ഓഷ്യനുമാണ്. അതുകൊണ്ട് തന്നെ എന്തില്ല, അവർക്ക് തടസ്സങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കാറ്റ് നല്ല സ്ട്രോങ്ങിൽ വീശും. അപ്പോൾ വെസ്റ്റേർലീസ് ഇത്രയേ ഉള്ളൂ. സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് സബ് പോളാർ ലോ പ്രഷർ സോണിലോട്ട് വീശുന്ന കാറ്റാണ് വെസ്റ്റേർലി. ഇതിൻ്റെ ഡയറക്ഷൻ വെസ്റ്റിൽ നിന്നായതുകൊണ്ട് തന്നെ അതിനെ വെസ്റ്റേർലീസ് എന്ന് വിളിക്കുകയാണ്. വെസ്റ്റേർലീസ് സ്ട്രോങ്ങർ ഇൻ സദേൺ ഹെമിസ്ഫിയർ. സദേൺ ഹെമിസ്ഫിയറിലാണ് സ്ട്രോങ് ആവുന്നത്. അതുപോലെ തന്നെ വെസ്റ്റേർലീസിന് അറിയപ്പെടുന്ന മറ്റ് പേരുകൾ റോറിംഗ് 40s, ഫ്യൂരിയസ് 50s, ഷ്രീക്കിംഗ് 60s എന്നൊക്കെയാണ്. ഒറ്റൊന്നും കൂടി പഠിച്ചാൽ നമ്മുടെ പ്ലാനറ്ററി വിൻസും നമുക്ക് ഫുള്ളായി. പോളാർ ഈസ്റ്റേർലീസ് ആണ് നെക്സ്റ്റ് വൺ. ഏതാണ്? പോളാർ ഈസ്റ്റേർലീസ്. ദ കോൾഡ് പോളാർ റീജിയൻസ് ആർ സെൻറ്റേഴ്സ് ഓഫ് ഹൈ പ്രഷർ. അല്ലേ, നമുക്കറിയാം നമ്മുടെ പോളാർ റീജിയൻ എന്ന് പറഞ്ഞാൽ ഹൈ പ്രഷർ റീജിയനാണ്. അപ്പോൾ ഈ പോളാർ റീജിയനിൽ നിന്ന് നമ്മുടെ സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റിലേക്ക്, പോളാർ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റിലേക്ക് വീശുന്ന കാറ്റാണ് പോളാർ ഈസ്റ്റേർലീസ്. ഓക്കെ, പോളാർ റീജിയനിലുള്ളതുകൊണ്ട് അതിന് പോളാർ ഈസ്റ്റേർലീസ് എന്ന് പറയുന്നത്. അപ്പോൾ പോളാർ വിൻസാണ് നമ്മുടെ പോളാർ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റിലേക്ക് വീശുന്ന കാറ്റാണ് നമ്മുടെ പോളാർ ഈസ്റ്റേർലീസ്. ദീസ് വിൻസ് ബ്ലോസ് ഫ്രം ദ ഈസ്റ്റ് ഇൻ ദ ബോത്ത് ദ ഹെമിസ്ഫിയർ ഡ്യൂ ടു ദ കൊറിയോളിസ് ഫോഴ്സ്. ഈ ഭാഗത്തുള്ള കാറ്റിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് ഈസ്റ്റിൽ നിന്നാണ് വീശുന്നത്. ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഈസ്റ്റിൽ നിന്നാണ് വീശുന്നത്. കാരണം കൊറിയോളിസ് ഫോഴ്സ് കാരണമാണ്. Hence these are known as polar easterlies. These wind plays a significant role in determining the climate of North America, the Eastern European countries and Russia. അപ്പോൾ നമ്മുടെ രണ്ട് ഭാഗം നോർത്ത് അമേരിക്കയിൽ നിന്നും അതുപോലെ ഈസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസ് സച്ച് ആസ് റഷ്യ, ഇവിടെയൊക്കെ സിഗ്നിഫിക്കൻറ്റ് റോൾ പ്ലേ ചെയ്യുന്ന ഒരു കാറ്റാണ്, വിൻഡാണ് നമ്മുടെ പോളാർ ഈസ്റ്റേർലീസ്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം പ്ലാനറ്ററി വിൻസ് എന്താണ്? ഗ്ലോബൽ പ്രഷർ ബെൽറ്റിൽ വീശുന്ന കാറ്റിനെയാണ് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന വിൻഡിനെയാണ് നമ്മൾ പ്ലാനറ്ററി വിൻസ് എന്ന് പറയുന്നത്. 3 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? ട്രേഡ് വിൻഡ്, വെസ്റ്റേർലീസ് ആൻഡ് പോളാർ ഈസ്റ്റേർലീസ്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതും പക്കയായിട്ട് തറവായിട്ട് പഠിച്ചു വെക്കാം. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് 4 മാർക്കിനോ 6 മാർക്കിനോ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ. So thank you from Excellent YouTube channel.